ഹായ് ഹലോ കഥാൻ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കളങ്കാവൽ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിയാക്ഷനാണ് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ആൻഡ് ടീസർ ഇറങ്ങിയ സമയത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിൽ മമ്മൂക്കയുടെ ഒരു കുഞ്ഞു പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അത് ഒരുപാട് ഇഷ്ടം തോന്നി എനിക്ക്. അതൊരു സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ച ഒരു കാര്യമായിരുന്നു എല്ലാവരും. മമ്മൂക്കയുടെ ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ അതും തന്നെ ആ ക്യാരക്ടർ എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരം ഉണ്ടായിരുന്നു. കാരണം ഇതിനെപ്പറ്റി ഇതിൻ്റെ കഥയെ കുറിച്ചൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ഒരു എങ്ങനത്തെ ടൈപ്പാണെന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും നമുക്ക് ട്രെയിലറിനെ കുറിച്ച് പറയാം. സോ ബിഫോർ ദാറ്റ് നാളെ കാന്ത റിലീസാണ്. ആൻഡ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാന്ത റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ അതിൻ്റെ കൂടെ കളങ്കാവലിലെ ട്രെയിലർ ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് ലക്കിലി വി ഗോട്ട് ട്രെയിലർ ടുഡേ. അപ്പോൾ നാളെ സിനിമയുടെ കൂടെ നാളെ തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് എന്തായാലും ട്രെയിലറും കിട്ടും, 100% ഷുവറായി. ആൻഡ് നമുക്ക് സമയം കളയാതെ ട്രെയിലറിലേക്ക് പോവാം. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കോണം എന്ന ഗ്രാമം. അവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായ ഒരു തർക്കം അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി. പിന്നീട് അത് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായി വന്നു. ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകൾ തിരഞ്ഞു ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നു ഒരു മണ്ണുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞു അവർ നടത്തിയ അസാധാരണമായ കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് ഒന്നാമത്തെ കഥയാണ്. ഇതിനൊരു അവസാനം നമ്മളായിട്ടൊരു ബുക്കാണ് അവസാനിക്കുന്നത്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെങ്കിലും മന്ത്രി. നവംബർ 27 റിലീസ്. സി ഈ ട്രെയിലറിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയുമോ? ഈ ട്രെയിലറിൽ ഇവൻ ലാസ്റ്റ് വന്ന ഷോട്ടിൽ മമ്മൂക്കയുടെ ഷാഡോ പോലെ മാത്രമേ, ഐ മീൻ ഷാഡോ അല്ല, എന്താ പറയുക, മമ്മൂക്കേനെ വല്ലാണ്ട് മുഖം റിവീൽ ചെയ്യണ രീതിയിലല്ല ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ലൊരു ട്രെയിലർ കട്ടായിരുന്നു ഇത്. ഐ മീൻ നമുക്ക് എന്തോ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലുണ്ട്, എന്തൊക്കെയോ കേസ് കണ്ടുപിടിക്കാൻ പോകണം. സോ ഉറപ്പായിട്ടും ഒരു ത്രില്ലറാണെന്നുള്ള ആ ജോണർ എന്താണെന്ന് പരിചയപ്പെടുത്തി തരുന്നു. ആൻഡ് അതിലെ നായകൻ ഏകദേശം ഇപ്പം വിനായകനാണെന്നുള്ള അതെല്ലാവർക്കും അറിയാം. എന്നാൽ കൂടെ ട്രെയിലറിലും ആ ഒരു രീതിയിലാണ് അതിനെ കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് മമ്മൂക്കയുടെ ക്യാരക്ടറും മമ്മൂക്കയുടെ മുഖം പോലും റിവീൽ ചെയ്തതാണ് ഈ ഒരു ട്രെയിലർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്ത് രസമായിട്ടാണ് കട്ട് ചെയ്ത് നോക്കിയേ. ഇത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണും, കണ്ടിട്ട് എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക ചെയ്യണം. അല്ലാണ്ട് ബാക്കിയുള്ള സിനിമകളെ പോലെ നായകൻ എന്താന്നുള്ള ആ സിനിമയിലെ മറ്റേ പകുതി മുക്കാ സീനും മറ്റേ ട്രെയിലറിൽ കാണിച്ചിട്ട് എന്തൊക്കെ ആക്ഷൻ സീക്വൻസ് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ എല്ലാം കാണിച്ച് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. സിമ്പിളായിട്ട് ആ ഒരു എന്താ വേണ്ട അത് മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്രാവശ്യം ഞാനത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് നല്ല രസമുണ്ടായിരുന്നു. കാരണം ലിറിക്കൽ വീഡിയോ ഔട്ട് ചെയ്തു, ഒരു പോസ്റ്റേഴ്സ് അവർ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. ആൻഡ് ട്രെയിലർ കറക്റ്റ് എല്ലാ കറക്റ്റ് ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇനിയും റിലീസിന് ദിവസങ്ങളുണ്ട്, ഇങ്ങനെ 2 ആഴ്ചയും കൂടെ അല്ലേ, 2 ആഴ്ചയും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും പടം ഉഷാറാവട്ടെ. ഞാൻ ഓൾറെഡി വെയിറ്റിംഗ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഈ ഒരു ക്യാരക്ടർ തന്നെയാണ് എന്നെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോ സിനിമകളിൽ ഇപ്പോൾ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് വരുന്നത്. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യാൻ. ഇതിന് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആള് നായകൻ എന്നുള്ള ഒരു നിലയിൽ നിന്ന് മാറിയിട്ട് ഓക്കെ ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ് സൈഡ് എന്ന് പറഞ്ഞ പോലെയാണ് ചെയ്യണത്. ആൻഡ് അത് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ് ആകുന്നു. കാരണം ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി നൈസ്, റൈറ്റ്? അപ്പോൾ എന്തായാലും കാത്തിരിക്കുകയാണ്. നാളെ നമ്മുടെ സ്വന്തം
ഡി കൂടെ കാന്ത ഇറങ്ങാണ്. കാന്ത ഞാൻ കാണാൻ പോകുന്നുണ്ട്. പക്ഷെ നാട്ടിലിറങ്ങി ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഈ UK ഇറങ്ങുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവിടെ തിയേറ്റർ സ്റ്റാർട്ടിങ്ങിനൊക്കെ ഇപ്പോൾ കുറേ ഹോളിവുഡ് സിനിമ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തിയേറ്ററൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്റർ ഇനീഷ്യൽ ദിവസമുള്ളൂ. ഐ മീൻ വൈഡ് റിലീസാണ്, ബട്ട് സ്റ്റിൽ ഷോസ് ഒക്കെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നാളെ 4 മണിക്കാണ് തോന്നുന്നു ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാത്രി ആയപ്പോൾ സിനിമ ഇറങ്ങണത്. ആൻഡ് കാണും, കണ്ടിട്ട് നമ്മുടെ ചാനലിൽ കൂടെ റിവ്യൂ ഇടും. അപ്പം എന്തായാലും വാപ്പച്ചി മോനും കൂടെ ഉഷാറാക്കാനുള്ള പരിപാടിയാണ് നവംബറിൽ. എന്തായാലും കാന്തനെ കുറിച്ചുള്ള വേറൊരു വീഡിയോ ഞാൻ വേറൊരു ടൈമിലിടാം. അത് വേറെ വീഡിയോ ആയിട്ട് തന്നെ ഇടാം. സോ അടുത്ത തവണ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.